ഈശോ മിശിഹായിലറ്റം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലൂടെ ജീവിതം സാക്ഷ്യമാക്കി മാറ്റുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതാണ്. സ്ലിഹാകാലം മുഴുവനും നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ ശിഷ്യന്മാരെ അയക്കുന്നതും അവരുടെ വചനപ്രഘോഷണവും അവരുടെ തിരിച്ചുവരവുമൊക്കെയാണ് സ്ലിഹാകാലത്തിൻ്റെ കേന്ദ്ര ചിന്ത. ഇങ്ങനെ അവരെ അയക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നത്, നിങ്ങൾ പോയി പ്രഘോഷിക്കണം, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടെന്ന പോലെ. നമ്മളെല്ലാം ഒരു യാത്ര പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വമാണ്. ഈശോ ഈ യാത്രയിൽ അവർക്ക് ഒരിക്കൽ പോലും സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷെ അവൻ വാഗ്ദാനം ചെയ്യുന്നത് സംരക്ഷണമാണ്. എല്ലാം സുരക്ഷിതമായിരിക്കുമെന്നുള്ള ഉറപ്പിലല്ല അവരെ പറഞ്ഞു വിടുന്നത്. പക്ഷേ എൻ്റെ സംരക്ഷണം അത് നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ സുരക്ഷിതത്വം കൊടുക്കാതെ സംരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവനെ ശിഷ്യന്മാരെ അയക്കുകയാണ്. അവർ പോയിട്ട് ഇനി സാക്ഷ്യം കൊടുക്കണം. ഈ സാക്ഷ്യം കൊടുക്കണമെങ്കിൽ ഇനി അവരെ ഭരിക്കേണ്ടത് ധീരതയുടെയും വിശ്വാസത്തിൻ്റെയും അനുഭവങ്ങളാകണം. നിർഭയമായിട്ട് സാക്ഷ്യം കൊടുക്കാൻ കർത്താവ് വിളിക്കുകയാണ്. ഭയം കൂടാതെ നിങ്ങൾ സാക്ഷ്യം കൊടുക്കണം. എവിടെയാണ് ഒരാൾ ഭയപ്പെട്ട് തുടങ്ങുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അസ്തമിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഭയമുണ്ടാകുന്നത്. അവരെ അയക്കുമ്പോൾ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ നിർഭയം സാക്ഷ്യം കൊടുക്കണം. ഒന്നാമത്തെ സാക്ഷ്യം എന്താണ്? ഇനി ആരെ ഭയപ്പെടരുത്? സാഹചര്യങ്ങളെ നിങ്ങൾ ഇനി ഭയപ്പെടരുത്. അവൻ പറഞ്ഞു, നിങ്ങളെ വിടുന്നത് ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഒരിക്കൽ പോലും നിനക്കൊരു പ്രതിസന്ധിയായിട്ട് മാറരുത്. കാരണം ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തുള്ളവനാണ് ഞാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവരെക്കാളും കരുത്തനാണ്. നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനെക്കാട്ടിലും കരുത്തനാണ്. ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ നമ്മളും ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്, ദൈവികമായൊരു സംരക്ഷണം നമുക്കുണ്ടാകും. ചുറ്റുപാടുകളെ ഭയക്കാതെ ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് കൂട്ടായിട്ട് കരുതലായിട്ടുണ്ടാകും. അവൻ രണ്ടാമത് പറഞ്ഞു കൊടുത്തു, ഇനി നിന്റെ ജീവിതത്തിൽ നീ സാക്ഷ്യം കൊടുക്കുമ്പോൾ അധികാരവർഗങ്ങൾ നിനക്കൊരിക്കലും ഒരു ഭയമായിട്ട് മാറരുത്. ഈശോവരോട് ഉറപ്പ് കൊടുത്ത്, നിങ്ങൾ ഭരണാധിപന്മാരുടെ നടുവിലേക്ക് വലിച്ചിഴക്കപ്പെടും. വെറുതെ കൊണ്ടുപോകുമെന്നല്ല പറഞ്ഞത്, വലിച്ചിഴക്കപ്പെടും. അവിടെയും നിങ്ങൾ സാക്ഷ്യം കൊടുക്കണം. അവിടെ എന്താണ് നിന്റെ സാക്ഷ്യത്തിൻ്റെ ഉറപ്പെന്ന് പറയും? നിന്റെ ആധികാരികതയും നിന്റെ ജ്ഞാനവുമൊന്നുമല്ല, മറിച്ച് ആ നിമിഷം നിന്നിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. എവിടേക്കെങ്കിലുമൊക്കെ വലിച്ചിഴക്കപ്പെടുമ്പോൾ ഇനി എന്ത് പറയണമെന്നുള്ള ആകുലതയൊന്നും വേണ്ട. നിനക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട്, നിനക്ക് വേണ്ടി ഇടപെടുവാനുമായിട്ട് നിന്റെ ദൈവമുണ്ടാകും. ആത്മാവ് നിനക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളും. ഇനി മൂന്നാമത് നമ്മൾ ആരെയാണ് ഭയപ്പെടാത്തത്? സ്നേഹബന്ധങ്ങൾ പോലും ഒരു ഭയമായിട്ട് മാറരുത്. അവന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് എൻ്റെ സ്നേഹബന്ധങ്ങൾ പോലും എനിക്കൊരു തടസ്സമായിട്ട് മാറരുത്. പിതാവ് പുത്രനെയും ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും ഒക്കെ തലങ്ങളുണ്ടാകുന്ന പഠിപ്പിക്കുന്നവൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി മിശിഹായ്ക്ക് സാക്ഷ്യം കൊടുക്കുവാൻ നിന്റെ ബന്ധങ്ങൾ പോലും നിനക്കൊരു തടസ്സമാകരുത്. കാരണം നഷ്ടപ്പെടുത്തുന്നവന് 100 ഇരട്ടിയാണ് അവൻ്റെ വാഗ്ദാനമെന്ന് പറയുന്നത്. എന്നെ പ്രതി പിതാവിനെയോ മാതാവിനെയോ മകനെയോ മകളെയോ ഉപേക്ഷിക്കുന്നവന് 100 ഇരട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് നീ നഷ്ടപ്പെടുത്തിയതൊന്നും, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതൊന്നും നിന്റെ സങ്കടങ്ങളായിട്ട് മാറരുത്. 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ കഴിയുന്നവനാണ് നിന്റെ ദൈവം. ഈ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സാക്ഷ്യപ്പെടുത്തേണ്ടത്. നിർഭയമായിട്ട് അവന് സാക്ഷ്യം കൊടുക്കണം. ഈ നിർഭയമായ സാക്ഷ്യം കൊടുക്കാൻ കഴിയണമെങ്കിലും
ഒരൊറ്റ ബോധ്യമുണ്ടാകണം, ദൈവം കൂടെയുണ്ടാകുമെന്നൊരു ബോധം. ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മളെല്ലാവരെയും മുൻപോട്ട് നയിക്കേണ്ട ഏക ബോധ്യം അതാണ്, ദൈവം നയിച്ചുകൊള്ളും. ഈ കൊച്ചു ജീവിതത്തിലേക്ക് ദൈവം എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കൂടെ നടന്നാൽ, അവൻ്റെ വലതുകരം പിടിച്ച് അവനൊപ്പം ഞാൻ നടന്നാൽ എൻ്റെ ജീവിതത്തിൽ അവൻ എന്നെ നടത്തിക്കൊള്ളുമെന്നുള്ളൊരു ബോധ്യം. ആ ബോധ്യമാണ് എന്നെയും നിങ്ങളെയും അടിസ്ഥാനപരമായിട്ട് സാക്ഷികളാക്കി മാറ്റേണ്ടിയിരിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഏറെക്കാലം വലിയ ഉദ്യോഗങ്ങളിൽ ജോലി ചെയ്തൊരു സ്ത്രീയുടെ ആത്മകഥയിൽ അവരിങ്ങനെ അവരുടെ ബാല്യകാലം ഓർക്കുന്നുണ്ട്. അവരിങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് 5-6 മക്കളുള്ള വീട്ടിൽ അമ്മയുടെ പുറകെ നടന്നിങ്ങനെ സ്കൂളിലെ സങ്കടങ്ങളൊക്കെ പറയും. അമ്മ ഇങ്ങനെ എല്ലാം കേൾക്കും. എല്ലാം കേട്ടതിൻ്റെ ഒടുവിൽ ആ അമ്മ ആ മകളോട് പറഞ്ഞു കൊടുക്കും, മോളെ നീ ഇനി ദൈവത്തോട് പറയണം, ദൈവം എല്ലാം കേൾക്കും. ഈ മകളുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്ന അമ്മ ഒടുവിൽ മകൾക്ക് കൊടുക്കുന്ന ഉറപ്പിതാണ്, അമ്മ എല്ലാം കേട്ടു, ഇനി ദൈവത്തോട് പറയണം, ദൈവം എല്ലാം കേൾക്കും, ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും. ആ മകള് വളർന്നു വരുന്നൊരു വിശ്വാസത്തിൻ്റെ ആഴമതാണ്. അമ്മ പറഞ്ഞു കൊടുത്തു, ദൈവത്തോട് പറയണം, ദൈവം കേട്ടുകൊള്ളുമെന്നുള്ള ഉറപ്പിൽ തൻ്റെ ബാല്യം മുതൽ കേട്ടു വളർന്ന ആ സ്ത്രീ വിദേശത്തും ഇന്ത്യയിലുമായിട്ട് വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവരുടെ റിട്ടയർമെൻറ്റിൽ എഴുതി വയ്ക്കുന്നു, അമ്മ തന്നൊരു ബോധമുണ്ടായിരുന്നു, എല്ലാം ദൈവം കേൾക്കുമെന്നൊരു ബോധം. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, നമ്മൾ ഇന്ന് കുടുംബങ്ങളിൽ പകർന്നു കൊടുക്കേണ്ട ഒരു ബോധം അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്കിനി കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരേയൊരു ബോധ്യം അതാണ്, ദൈവം പരിപാലിച്ചുകൊള്ളും. മാതാപിതാക്കന്മാരുടെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ബലങ്ങളല്ല, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് കൂട്ടിവെച്ചിരിക്കുന്ന കോടികളൊന്നും അവരെ നാളെ സുരക്ഷിതനാക്കില്ല, മറിച്ച് ദൈവത്തിൻ്റെ വലതുകരമാണ് അവരുടെ സംരക്ഷണമെന്ന് കുഞ്ഞുങ്ങളിലേക്കൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ അന്താളിച്ചു നിൽക്കാതെ അടിസ്ഥാനപരമായിട്ടൊരു ബോധ്യം കൊടുക്കണം. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നിന്നെ നയിക്കാനും പരിപാലിക്കുവാനായിട്ടും നിനക്കൊരു ദൈവമുണ്ടെന്നൊരു ബോധം. ദൈവം നമ്മളെ നയിച്ചുകൊള്ളും. ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മളെ ഭരിക്കേണ്ട ബോധം അതാണ്. എന്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ നയിച്ചുകൊള്ളും. ദൈവം പരിപാലനയാണെന്ന് വിശ്വസിക്കുന്നവന് പിന്നെ ജീവിതം ആനന്ദമാണ്. ഇങ്ങനെ കുഞ്ഞനുഭവം ഓർക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കപ്പുറം തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. 2 ദിവസത്തെ ധ്യാനമാണ്. നല്ല ഫെബ്രുവരി മാസമാണ്, കടുത്ത ചൂടുള്ള ദിവസങ്ങളാണ്. ഹോളിൽ ആസ്പെറ്റോ സ്ട്രീറ്റിൻ്റെ നാട്ടിൽ നിന്ന് ധ്യാനം 2 ദിവസം കൊടുത്തു. അതിനുശേഷം തിരിച്ചെനിക്ക് ഞാൻ ആലപ്പുഴയിലെ പള്ളിയിലാണ്, എനിക്ക് തിരിച്ചു വരണം. അവരെന്നെ ക്ലാസ് കഴിഞ്ഞ പാടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രിവാൻഡ്രം എറണാകുളം പോകുന്ന ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറ്റി. അവിടുന്ന് കയറുമ്പോൾ ഭയങ്കര ആളാണ്. ഏതായാലും നേരത്തെ വന്നതുകൊണ്ട് ഒരു സീറ്റ് കിട്ടി. ഞാനിങ്ങനെ ഒരു മൂല ഒരു സൈഡിലിങ്ങനെ ഇരിക്കുകയാണ്. യാത്ര കുറേ ആയപ്പോൾ ഈ ഒരു പകൽ മുഴുവൻ നിന്ന് പ്രസംഗിക്കുന്നു. പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് ശരീരം അങ്ങ് വല്ലാതായി, തലയൊക്കെ കറങ്ങാൻ തുടങ്ങി. ഞാൻ ആ സൈഡ് സീറ്റ് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ്. കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആളുകളൊക്കെ ഇറങ്ങി. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അല്പം വെള്ളം കുടിക്കാൻ പറ്റി. ഉള്ളിലെനിക്ക് ബോധമുണ്ട്, പക്ഷെ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. ആ യാത്ര ഇങ്ങനെ കുറേയേറെ വന്നു. ഏതാണ്ട് കായംകുളമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിടുന്നുണ്ട്. ഞാനിങ്ങനെ ചാരിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛാ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ പെട്ടെന്ന് കണ്ണൊന്നും തുറന്നു നോക്കി. എൻ്റെ പഴയ ഇടവകയിലെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ക്ലാസ്സിന് പോയിട്ട് വരിക, എനിക്ക് ഇച്ചിരി വെള്ളം വേണം. എൻ്റെ തലയൊക്കെ കറങ്ങുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ അവസ്ഥ. അദ്ദേഹം ഓടി ഇറങ്ങി ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നെ വെള്ളമൊക്കെ ഞാൻ കുടിച്ചു. ട്രെയിൻ വിട്ട് പതുക്കെ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര പോകുമ്പോൾ അദ്ദേഹം എങ്ങനെ അവിടെ എത്തിയെന്ന് എന്നോട് പറയുകയാണ്. അവർ 4 പേർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. അവർ ട്രെയിനിൽ കയറിയാൽ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയും, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇച്ചിരി ചീട്ട് കളിക്കും. അങ്ങനെയാണ് അവരുടെ യാത്ര. ഒന്നിച്ച് ഒരു കമ്പാർട്ട്മെൻറ്റിലല്ല അവർ യാത്ര ചെയ്യില്ല. അന്ന് ട്രെയിൻ കയറാൻ വന്നപ്പോൾ
അദ്ദേഹത്തിന് തോന്നി വെറുതെ ഒന്ന് ഇത്രയും നേരം പിടിച്ചിട്ടിരിക്കുന്നതല്ലേ ഒന്ന് പുറകോട്ട് നടന്നിട്ട് വരാം. അദ്ദേഹം ഇങ്ങനെ നടന്ന് പുറകോട്ട് വന്ന് കൃത്യമായിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇതാണ് ദൈവത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ. എന്നിട്ട് അദ്ദേഹം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കൂടെ ഇറങ്ങി. അദ്ദേഹം അവിടെ തന്നെയാണ് ഇറങ്ങേണ്ടിയിരുന്നതും. എന്നെ കൊണ്ട് എൻ്റെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം തിരികെ പോവുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ പരിപാലനം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെ നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും അവൻ കണ്ടറിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും തോറ്റുപോയെന്ന്. അവന് വേണ്ടി വിശ്വാസത്തോടുകൂടി ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ സംരക്ഷണമായിട്ടും സുരക്ഷിതത്വമായിട്ട് ദൈവം കൂടെ ഉണ്ടാകും. നമ്മളെയും കർത്താവ് വിളിക്കുകയാണ് ആയിരിക്കുന്ന കുഞ്ഞിടങ്ങളിൽ സാക്ഷ്യം കൊടുക്കാനായിട്ട്. എന്താണ് നമ്മുടെ സാക്ഷ്യം? ദൈവം എനിക്ക് പരിപാലകനാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനം നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവും കോട്ടയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവും കോട്ടയുമാണ്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല എന്ന ബോധ്യത്തോടു കൂടെ ഈ പരിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.